ഹായ് എവരിവൺ, all of you വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ. റെയിൽവേയിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ജോലി. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം +2 മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പാരാമെഡിക്കൽ പോസ്റ്റുകളിലായി മൊത്തം 1376 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ഓഗസ്റ്റ് 17 മുതൽ 2024 സെപ്റ്റംബർ 16 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് 17 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 16-നാണ്. സ്ഥാപനത്തിൻ്റെ പേര് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് റെഗുലർ ബേസിസ്. തസ്തികയുടെ പേര് പാരാമെഡിക്കൽ സ്റ്റാഫ്. ഒഴിവുകളുടെ എണ്ണം 1376. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 19,900 സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും. പിന്നീട് 44,900 വരെ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓരോ പോസ്റ്റിലേക്കും ഓരോ ഏജ് ലിമിറ്റാണ്. നിങ്ങളിതിൽ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓരോ പോസ്റ്റിലേക്കും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പോസ്റ്റിനാണോ ആഗ്രഹമുള്ളതെങ്കിൽ അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതിൽ ഓരോന്നിലും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ ആവശ്യം അതിൻ്റെ ഏജ് ലിമിറ്റ് നേരെ നോക്കി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓരോ പോസ്റ്റിലേക്കുമുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഒരുപാട് പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസാണ് പറയുന്നത്. URBCEWS 500 രൂപയാണ് ഫീസ് എന്ന് പറയുന്നു. SC/ST ഫീമെയിൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 250. അതുപോലെ തന്നെ പേയ്മെൻറ്റ് മോഡ് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട രീതി ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും എലിജിബിലിറ്റി ഉള്ളവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ പോസ്റ്റിലേക്കും വ്യത്യസ്തമായ ഏജ് ലിമിറ്റുമാണ് ക്വാളിഫിക്കേഷനുമാണ്. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്